ഹായ് കൂട്ടുകാരെ, ഒരു പുതിയ വീട് വാങ്ങാം എന്ന് പ്ലാൻ ഇട്ടപ്പോൾ മുതൽ എനിക്ക് ആകെ ഉണ്ടായിരുന്ന ഒരു ഡിമാൻഡ് എന്ന് പറയുന്നത് നമ്മുടെ വീടിന് മുന്നിൽ ഒരു നല്ലൊരു ട്രീ വേണമെന്നുള്ളതായിരുന്നു കേട്ടോ. അങ്ങനെയാണ് നമുക്ക് ഈ ട്രീ ഉള്ള വീട് നമ്മൾ വാങ്ങുന്നത്. അതുമാത്രമല്ല കേട്ടോ, കുറച്ചുകൂടെയൊക്കെ ഡിമാൻഡ് ഉണ്ടായിരുന്നു. എന്നാലും മെയിനായിട്ടും എനിക്ക് ഇത് തന്നെയായിരുന്നു. അത് എപ്പോഴും എനിക്ക് നല്ല ഭംഗിയുള്ള മരങ്ങൾ ഭയങ്കര വീക്ക്നെസ് ആണ്. എവിടെ പോയാലും ഞാൻ പറയും ആ മരം നമുക്ക് പൊക്കിയെടുത്ത് നമ്മുടെ വീടിന് മുന്നിൽ കൊണ്ടുവെക്കാമെന്ന്. എന്തായാലും നമുക്ക് ഈ ഒരു വീട് കിട്ടിയതിൽ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഈ ട്രീയെ പറ്റിയാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ. ഇതാണ് ഫ്രൂട്ട്ലെസ് ഒലീവ് ട്രീ. ഇത് കാണാൻ ഭയങ്കര രസമാണ്. നമുക്ക് ഈ സമ്മർ സീസണിൽ മാത്രമേ ഇതിൽ മുഴുവൻ ഇല പിടിച്ച് നമ്മൾ കാണത്തുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞ് വിൻ്റർ ആകുമ്പോൾ വീണ്ടും ഇതിൽ മുഴുവൻ ഇലകൾ പൊഴിഞ്ഞു പോകും. എല്ലാ വർഷവും ഇതുപോലെയുള്ള പൂക്കൾ ഇതിൽ ഉണ്ടാവാറുണ്ട്, അതങ്ങ് പൊഴിഞ്ഞു പോകും. പക്ഷേ കായ്കൾ ഒരിക്കലും ഉണ്ടാവാറില്ല കേട്ടോ. ഞാൻ പറയാൻ വന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മരത്തിൻ്റെ ഉള്ളിലേക്ക് നോക്കിയാൽ ഒരുപാട് ചില്ലകളുണ്ട്. ഇവിടെ മുഴുവൻ കിളികൾ, എപ്പോഴും നിങ്ങൾക്ക് അറിയാമല്ലോ, കിളികളുടെ ഒച്ചയാണ്. ഇവർ കൂട് വെച്ച് താമസിക്കുക. ഇത് ഇവരുടെ വീട് തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ ഈ മെയിൻ കമ്പയിലോട്ട് നോക്കുവാണെങ്കിൽ ഇത് മുഴുവൻ എപ്പോഴും പായൽ പിടിച്ച് തന്നെയാണ് നിൽക്കുന്നത്. പിന്നെ കാണുമ്പോൾ നമുക്കൊരു ആരോഗ്യമുള്ളൊരു ഫീൽ നമുക്ക് തോന്നാറില്ല. അതുപോലെ തന്നെ ഉണ്ടല്ലോ, ഒരു കുഞ്ഞ് കാറ്റടിച്ചാൽ പോലും അമ്മം കൂടെ ആടുന്ന പോലാണ് ഈ ട്രീ കിടന്ന് ആടി ഒലയുന്നത്. അപ്പോൾ ഞാൻ ഓർത്തത് ഇന്നല്ലെങ്കിൽ നാളെ ഇത് പൊഴിഞ്ഞു പോകുമായിരിക്കും എന്നാണ് വിചാരിച്ചത്. അങ്ങനെ ഇപ്പോൾ ഞാൻ പറഞ്ഞു, സുരേഷ നമുക്ക് എത്രയും പെട്ടെന്ന് ഒരു വലിയ ട്രീ തന്നെ നമുക്ക് നോക്കാം, ഇതിന് പകരമായിട്ട് നമുക്ക് കുഴിച്ചു വെക്കേണ്ടി വരും, ഇത് ഇന്നല്ലെങ്കിൽ നാളെ പോകുന്നു. അങ്ങനെ നമ്മൾ റിസർച്ച് ചെയ്തപ്പോഴാണ് ആ സത്യം നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മുടെ പല തലമുറകളുടെ പുക കണ്ടിട്ടേ ഇവൻ പോവുകയുള്ളെന്ന്. ഇത് 500 മുതൽ 1500 വർഷം വരെ ഇത് ജീവിക്കുമെന്നാണ് പറയുന്നത്. ഇതിനെപ്പറ്റി കൂടുതൽ അറിയണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കണേ.